ഇഷ്ടം മാത്രം ഭാഗം 16. തനിക്ക് മുന്നിൽ വന്നു നിന്ന് ഉറഞ്ഞു തുള്ളുന്ന മാധവിയെ അവൾ ഭയത്തോടെ നോക്കി. ഇനി ഇങ്ങനെ ഒരവസരം കിട്ടില്ല എന്ന മട്ടിൽ മാധവി കയർത്തുകൊണ്ടേയിരുന്നു. എന്ന് തുടങ്ങിയടി ഈ പതിവെല്ലാം? എൻ്റെ മോനോട് സ്നേഹം നടിച്ചുകൊണ്ട് നീ അവനെ വഞ്ചിക്കുകയായിരുന്നല്ലേ? കിട്ടിയ അവസരം മാധവി മുതലാക്കുകയായിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് നിസ്സഹായയായി പല്ലവി മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് കൃഷ്ണൻ കൂടി വേണമായിരുന്നു എന്ന് മാധവിക്ക് തോന്നിപ്പോയി. എന്നാൽ അയാളുടെ മുന്നിൽ വെച്ച് കുറച്ചുകൂടി പറയാമായിരുന്നു. കൃഷ്ണൻ വൈകുന്നേരം ജംഗ്ഷൻ വരെ പോയതാണ്, തിരികെ എത്തിയിട്ടില്ല. എന്നും ആ പതിവില്ലെങ്കിലും ചിലപ്പോഴൊക്കെ അയാൾ പുറത്തു പോകാറുണ്ട്. അങ്ങനെ പോയതാണ് ഇന്നും. അത് വല്ലാത്ത കഷ്ടമായി പോയെന്ന് മാധവിക്ക് തോന്നി. മുറിയിലെത്തിയതും പല്ലവിക്ക് ആകെ ഭയമായി. ഇനി മഹിയേട്ടൻ വരുമ്പോൾ എന്തെല്ലാമാവും പറഞ്ഞു കൊടുക്കുക അവൾ വിചാരിച്ചു. അതാലോചിച്ചതും ഒരു നടുക്കം അവളിൽ വന്ന് നിറഞ്ഞു. മഹിയേട്ടൻ്റെ മനസ്സ് ഇനിയും മാറുമോ? അവൾക്ക് പേടിയായി. താനിപ്പോൾ ജീവിതം ആസ്വദിച്ചു വരുന്നതേയുള്ളൂ. ഒരു ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് ലഭിച്ചത് ഇപ്പോഴാണ്. താൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് മഹിയേട്ടൻ്റെ മനസ്സ് മാറിയത്. ദൈവമേ, ഇനി അതിന് ഒരു മാറ്റവും സംഭവിക്കല്ലേ, അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അവൾക്ക് ഒന്നിനും തോന്നുന്നില്ല. അടുക്കളയിൽ കയറാനോ ചായ ഇടാനോ ഒന്നിനും. എപ്പോഴും മനസ്സിലൊരു ഭീതി നിഴലിച്ചു കിടന്നു. കൃഷ്ണൻ പുറത്തുപോയി വന്നപ്പോൾ മാധവി ഉമ്മറത്തു തന്നെ നിൽക്കുന്നു. നിങ്ങളെന്താ മനുഷ്യനെ വരാൻ വൈകിയത്? കുറേ നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു, മാധവി പറഞ്ഞു. എന്താണെന്നെ കാത്തു നിൽക്കാൻ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കൃഷ്ണൻ പാതി കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു. മരുമകളെ പ്രകീർത്തിച്ച് നടപ്പല്ലേ, അതുകൊണ്ടവൾക്ക് എന്ത് വേണേലും ചെയ്യാലോ, ആരുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടി നടക്കാലോ. മാധവിയുടെ ദേഷ്യം അധികരിച്ചു. നീ എന്ത് വർത്തമാനമായി പറയുന്നത്? അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. മാധവി പല്ലവി നിരഞ്ജന്റെ കൂടെ കാറിൽ വന്നിറങ്ങിയത് മുതൽ ഇല്ലാത്തതും ഉള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും കൃഷ്ണൻ മാധവിയെ വിശ്വസിച്ചില്ല. നീ ഇനിയും വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി അവരുടെ ജീവിതത്തിനിടയിൽ കയറല്ലേ, നിനക്കത് നല്ലതിനല്ല. ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉമ്മറത്തേക്ക് കയറി. താൻ പറഞ്ഞതൊന്നും അയാൾ മുഖവിലക്കെടുത്തിട്ടില്ലെന്ന് മാധവിക്ക് മനസ്സിലായി. മഹിയുടെ കാർ വരുന്നുണ്ടോ എന്ന് 1-2 പ്രാവശ്യം ഉമ്മറത്ത് വന്ന് മാധവി എത്തി നോക്കി. അവർ അടുക്കളയിലായിരുന്ന സമയത്താണ് മഹി വന്നത്. കാറിൻ്റെ ശബ്ദമൊന്നും മാധവി കേട്ടതുമില്ല. എന്നാൽ കൃഷ്ണൻ്റെയും മഹിയുടെയും സംസാരം അവർ ശ്രദ്ധിച്ചു. മഹി വന്നിട്ടുണ്ടല്ലോ. അവർ വേഗം ഹാളിലെത്തി. മഹി അവരോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നോക്കി. അവൻ പല്ലവിയെ തിരയുകയാണെന്ന് മാധവിക്ക് മനസ്സിലായി. അവൾ അവിടെയില്ലെന്ന് കണ്ടപ്പോൾ മുറിയിലായിരിക്കുമെന്നവൻ ഊഹിച്ചു. അവൻ മാധവിയെ ഒന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞു. മോനെ, നീ ഒന്ന് നിന്നേടാ, അവർ മഹിയെ തടഞ്ഞു. എന്താണമ്മേ? അവൻ ചോദിച്ചു. നിന്റെ ഭാര്യയെ നീ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. നീ ഈ അമ്മ പറയുന്നത് വിശ്വസിക്കില്ലെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ കൺമുന്നിൽ കണ്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് നിന്നെ ഞാൻ കാത്തുനിന്നത്. ഇനി എന്തു കുറ്റമാണാവോ പറയാൻ പോകുന്നത് എന്ന മട്ടിൽ അവൻ മാധവിക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് പറയ്, അവൻ പറഞ്ഞു. മാധവി അന്ന് വൈകുന്നേരം സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറഞ്ഞതുപോലെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിപ്പറഞ്ഞുകൊണ്ട് മഹിയോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ തളർന്നു പോയി. അവരുടെ സംസാരം കേട്ടപ്പോൾ കൃഷ്ണൻ അവർക്കരികിലെത്തി. എടാ മോനെ, നീ അതൊന്നും വിശ്വസിക്കല്ലേ, അവൾ എന്തൊക്കെയോ വെറുതെ പറയുകയാണ്. ഞാനാണെങ്കിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല താനും, കൃഷ്ണൻ അവനെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ മാധവി വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. അവൻ്റെ മുഖഭാവം തന്നെ മാറി. അത് കണ്ട് മാധവിക്ക് ഉള്ളിൽ ചിരി പൊട്ടി. എന്നാൽ അത് അവർ പുറത്ത് കാണിച്ചില്ല. പല്ലവി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. അത് കണ്ട് മാധവി ചിരിയോടെ കൃഷ്ണനെ നോക്കി. അയാൾ അവരെ ദഹിപ്പിക്കും മട്ടിൽ നോക്കി. മഹിയുടെ വിളി കേട്ടപ്പോൾ പല്ലവി നടുങ്ങി. അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം എഴുന്നേറ്റ് വാതിലിനരികിലെത്തി. മഹിയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് സങ്കടവും ഭയവും ഉണ്ടായി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നു. പിന്നെ മഹിയുടെ അടുത്തേക്ക് ഓടി ആ കാലിൽ വീണു. അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ മഹിയേട്ടാ,
എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം, അവൾ പറഞ്ഞു. പിന്നെ കോളേജിൽ നിന്നിറങ്ങിയതും നിരഞ്ജൻ സാർ ലിഫ്റ്റ് തന്നതും താനും സ്വാതിയും കൂടി കാറിൽ കയറിയതുമെല്ലാം അവൾ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അമ്മ തന്നെ തെറ്റിദ്ധരിച്ചതാണെന്നുമെല്ലാം അവൾ കൂട്ടിച്ചേർത്തു. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ പറയുന്നതാണോ അതോ പല്ലവി പറയുന്നതാണോ സത്യം എന്ന് മനസ്സിലാക്കാനാകാതെ മഹേഷ് പകച്ചു നിന്നുപോയി. ഒരു നിമിഷം ആര് പറയുന്നതാവും സത്യമെന്ന് അവൻ്റെ ഉള്ളിൽ സംശയമുയർന്നു. അമ്മയ്ക്ക് തന്നോടങ്ങനെ പറഞ്ഞിട്ട് വേറെ കാര്യസാധ്യത്തിനാകുമോ? അവൻ ഓർത്തു. ഒരേ സമയം നല്ലതും ചീത്തയും തിരിച്ചറിയാനാകാത്ത വിധം അവൻ തളർന്നുപോയി.